നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. AS കനാൽ തിട്ടയിടിഞ്ഞ് അപകടഭീതി പരത്തുന്നു. കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ കനാൽ തീരമാണ് തകരുന്നത്. ദേശീയപാതയ്ക്ക് സമാന്തരമായി കഞ്ഞിക്കുഴി മുതൽ കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ നീളുന്ന റോഡാണ് ഇത്. ലോക ഭൂപടത്തിൽ തിലകക്കുറിയാകേണ്ട പാതിരാമണൽ ദ്വീപിന്റെ ശാപമോക്ഷത്തിന് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദം വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ആലപ്പുഴയിൽ നിന്നുമുള്ള പല സംഘടനകളും കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി. പ്രസിദ്ധമായ ചമ്പക്കുളം വള്ളംകളി മത്സരത്തിന് 6 ചുണ്ടൻ വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്തു. 22-നാണ് ജലമേള നടക്കുക. വേമ്പനാട്ട് കായൽ മാലിന്യ കൂമ്പാരമാകുന്നു. മഴ തുടങ്ങിയതോടെയാണ് ഉൾനാടൻ ജലാശയങ്ങളിൽ കെട്ടിക്കിടന്ന മാലിന്യങ്ങൾ കായലിൽ ഒഴുകി നിറയുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. AS കനാലിന്റെ തിട്ടയിടിഞ്ഞ് അപകടഭീതി പടർത്തുന്നു. കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് തിട്ടയിടിഞ്ഞ് അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത്. AS കനാലിന്റെ തിട്ടയിടിഞ്ഞത് അപകട ഭീതി പരത്തുന്നു. കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് കനാൽ തീര റോഡ് തകർന്നത്. 40 മീറ്ററോളം ഭാഗം റോഡ് തകർന്നിട്ടുണ്ട്. അടിഭാഗം മണ്ണൊലിച്ചു പോയതിനാൽ വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയില്ല. മഴ കനക്കുന്ന സാഹചര്യമായതിനാൽ റോഡിന്റെ തിട്ട ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട്. ദേശീയപാതയ്ക്ക് സമാന്തരമായി കഞ്ഞിക്കുഴി മുതൽ കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ നീളുന്ന റോഡാണിത്. ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകുമ്പോൾ കനാൽ തീരം ഇടിഞ്ഞ് അപകടമുണ്ടാകുക പതിവായിരുന്നു. ഇതേ തുടർന്നാണ് കനാൽ തീരം കരിങ്കല്ല് കെട്ടി ബലപ്പെടുത്തിയത്. എന്നാൽ ഇടയ്ക്കിടെ തീരമിടിയുന്ന പ്രവണത പിന്നെയും ഉണ്ടായിട്ടുണ്ട്. കരിങ്കൽ ചിറയ്ക്ക് കീഴിലെ മണ്ണൊലിപ്പാണ് തിട്ട ഇടിയാൻ കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും നിർമ്മാണ രീതിയിലെ പിഴവാണ് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ടൈനൂസ് മുഹമ്മ. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് 22-ാം തീയതി തുടക്കമാവും. ഇക്കുറി 6 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ചമ്പക്കുളം മൂലം കലോത്സവത്തിന് പങ്കെടുക്കുന്നതിനായി 1 വള്ളം കൂടി രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ നടുഭാഗം ചുണ്ടൻ വള്ളമാണ് ഇന്നലെ രജിസ്റ്റർ ചെയ്തത്. നടുഭാഗം ബോട്ട് ക്ലബിന്റെ പേരിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് ചമ്പക്കുളം ചുണ്ടനിൽ തുഴയുന്നത്. ആദ്യ ദിനം 5 ചുണ്ടൻ വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതോടെ ആകെ 6 ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിനായി രജിസ്റ്റർ ചെയ്തു. ആയാപ്പറമ്പ് വലിയ ദിവാൻചിയും മേൽപ്പാടം ചുണ്ടൻ, ആയാപ്പറമ്പ് പാണ്ടി, പുത്തൻ ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ, സെന്റ് ജോർജ് ചുണ്ടൻ എന്നീ വള്ളങ്ങളാണ് ആദ്യ ദിനം രജിസ്റ്റർ ചെയ്തത്. 15 വരെയാണ് വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ. ചമ്പക്കുളത്താറ്റിൽ 22-നാണ് മത്സരം. ടൈനൂസ് ആലപ്പുഴ. ചേർത്തലയിലും പക്ഷിപ്പനി ഭീഷണി. ചേർത്തല നഗരസഭ 15-ാം വാർഡിലുള്ള കോഴി ഫാമിലാണ് കോഴികൾ കൂട്ടത്തോടെ ചത്തത്. ഇത് പക്ഷിപ്പനിയുടെ ലക്ഷണമാണെന്നാണ് സൂചന. ചേർത്തല നഗരസഭയിലെ 15-ാം വാർഡിലെ ഫാമിൽ കോഴികൾ ചത്തുവീണത് പക്ഷിപ്പനി മൂലമാണെന്ന് സൂചന. തിരുവല്ല മഞ്ചാടിയിലെ ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ പക്ഷിപ്പനിയാണെന്നാണ് കണ്ടത്. ഭോപ്പാലിലെ പക്ഷി രോഗ നിർണയ ലാബിലാണ് ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടത്. ബുധനാഴ്ച കൂടുതൽ സാമ്പിളുകൾ ശേഖരിച്ച് അങ്ങോട്ടേക്ക് അയക്കും. ഫലം വരാൻ 3 ദിവസമെടുക്കും. കഞ്ഞിക്കുഴി പഞ്ചായത്തിലും കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ മഞ്ചാടിയിലെ ലാബിലെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. മുഹമ്മ പഞ്ചായത്ത് 4-ാം വാർഡിൽ കാക്കകൾ ചത്തു വീണതിന്റെ സാമ്പിൾ ഭോപ്പാലിലേക്ക് അയച്ചതിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പക്ഷിപ്പനി ബാധയുടെ സൂചനയെ തുടർന്ന് നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചു. നഗരസഭ അധ്യക്ഷ ഷെർലി ഭാർഗവൻ അധ്യക്ഷയായി. ടൈനൂസ് ചേർത്തല. വെച്ചൂർ അച്ചിനകം പള്ളിയിലെ ദീപക്കാഴ്ച ഭക്തിസാന്ദ്രം. വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് ദീപക്കാഴ്ച ഒരുക്കിയത്. വെച്ചൂർ അച്ചിനകം പള്ളിയിലെ ദീപക്കാഴ്ച ശ്രദ്ധേയമായി. വിശുദ്ധ അന്തോണീസിന്റെ ഊട്ട് തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ദീപക്കാഴ്ച ഒരുക്കിയത്. വെച്ചൂർ അച്ചിനകം സെന്റ് ആന്റണീസ് തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ട് തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ദീപക്കാഴ്ച നയനാനന്ദകരമായി. 793-ാം മരണവാർഷികം അനുസ്മരിച്ചുകൊണ്ട് 793 ദീപങ്ങളാണ് തെളിച്ചത്. ദിവ്യബലിക്ക് ശേഷം ഫാദർ ബൈജു കണ്ണമ്പിള്ളി ആദ്യ ദീപം കൊളുത്തി. തുടർന്ന് വികാരി ഫാദർ ജെയ്സൺ കൊളുത്തുവള്ളി, മദർ സുപ്പീരിയർ സിസ്റ്റർ റോസ്മിൻ, തിരുനാൾ കമ്മിറ്റി കൺവീനർ വർഗീസ് പുത്തൻതറ, ജോയിന്റ് കൺവീനർമാരായ MB തോമസ്, KP ജോസ് എന്നിവർ ദീപം തെളിച്ചു. തുടർന്ന് തീർത്ഥാടകരും ദീപങ്ങൾ തെളിച്ചു. ഫാദർ ബൈജു കണ്ണമ്പള്ളി തിരുനാൾ കൊടിയേറ്റിന് കാർമ്മികത്വം വഹിച്ചു. 13-ന് നടക്കുന്ന ഊട്ട് തിരുനാളിൽ 5000-ലേറെ തീർത്ഥാടകർക്കായി നേർച്ച സദ്യയും ഒരുക്കുന്നുണ്ട്. ടൈം ന്യൂസ് ചേർത്തല.
ലോക ഭൂപടത്തിൽ തിലകക്കുറിയാവേണ്ട പാതിരാമണൽ ദ്വീപിന്റെ ശാപമോക്ഷത്തിന് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദം ഉപകരിക്കുമെന്ന് നാട്ടുകാർ. ഇതിനായി പല സംഘടനകളും കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി. മുഹമ്മയിലെ പാതിരാമണൽ ദ്വീപ് വികസനത്തിന് നടപടി വേണമെന്നാവശ്യപ്പെട്ട സ്രാങ്ക് അസോസിയേഷൻ സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി. സുരേഷ് ഗോപി കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായ പശ്ചാത്തലത്തിലാണ് നിവേദനം നൽകിയത്. ലോക ടൂറിസം ഭൂപടത്തിൽ തിലകക്കുറിയാകേണ്ട പാതിരാമണൽ ദ്വീപിന്റെ ശാപമോക്ഷത്തിന് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദവി വഴിതുറക്കുമെന്ന് നാട്ടുകാർ കരുതുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പല സംഘടനകളും കേന്ദ്രമന്ത്രിക്ക് ഇതിനകം നിവേദനം നൽകിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ദ്വീപ് അവഗണനയുടെ പച്ചത്തുരുത്തായി നിലകൊള്ളുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ദിവസേന എത്തുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ കഴിയാത്ത സ്ഥിതി. ടൂറിസ്റ്റുകൾക്കായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്കുള്ളിൽ നശിപ്പിക്കുന്ന പ്രവണതയുമുണ്ട്. മുഹമ്മ കുമരകം ഫെറിയിലെ സുരക്ഷയെ മുൻനിർത്തി കായൽ മധ്യത്തിൽ ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടി വേണമെന്ന ആവശ്യവുമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും ഇത് ഗുണം ചെയ്യും. പാതിരാമണലിൽ ബോട്ട് ടെർമിനൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ടൂറിസം സഹമന്ത്രിക്ക് സ്രാങ്ക് അസോസിയേഷൻ നിവേദനം സമർപ്പിച്ചു. ദ്വീപ് സന്ദർശിക്കുവാൻ ദിനംപ്രതി നിരവധി വിനോദസഞ്ചാരികൾ വന്നുപോകുന്നുണ്ടെങ്കിലും കാലപ്പഴക്കം ചെന്ന ഒരു ബോട്ട് ജെട്ടി മാത്രമാണ് ദ്വീപിലുള്ളത്. ഇതിനാൽ വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ മുഹമ്മ സ്റ്റേഷനിൽ നിന്ന് പാതിരാമണലിലേക്ക് സ്പെഷ്യൽ സർവീസും നടത്തുന്നു. കൂടാതെ വകുപ്പിലെ തന്നെ ആലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് വേഗ, സി കുട്ടനാട് ടൂറിസ്റ്റ് ബോട്ടുകളും വിനോദസഞ്ചാരികൾക്ക് പാതിരാമണൽ ദ്വീപ് സന്ദർശനത്തിന് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിലുള്ള ഒരു ജെട്ടിയിൽ ഒരേ സമയത്ത് ബോട്ടുകൾ അടുപ്പിച്ച് നിർത്തുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇതിന് പരിഹാരമായി പാതിരാമണൽ ദ്വീപിന് ചുറ്റും 4 ബോട്ട് ടെർമിനൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിവേദനത്തിൽ സ്രാങ്ക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ ആലപ്പുഴ ജില്ലയിലെ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു പ്രദേശമാണ് പാതിരാമണൽ ദ്വീപ് എന്ന് പറയുന്നത്. അത് കുമരകത്തു നിന്നും ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബോട്ടുകളിൽ ഒത്തിരി വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെയാണെങ്കിലും വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ആലപ്പുഴയിൽ നിന്നും മുഹമ്മയിൽ നിന്നുള്ള ബോട്ടുകളിൽ 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ ദിവസം അവിടെ എത്തുന്നത്. പക്ഷേ അവിടെ ചെല്ലുന്ന വിനോദസഞ്ചാരികൾക്ക് രണ്ടാമതൊരിക്കൽ കൂടി പോകാനുള്ള ആഗ്രഹം തോന്നുന്ന സംവിധാനമൊന്നും തന്നെ അവിടെ തന്നെ ഇല്ല. അപ്പോൾ അവിടെ നല്ല രീതിയിൽ പ്രകൃതിക്ക് ദോഷം വരാത്തതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുകൂടാതെ പാതിരാമണൽ ദ്വീപിന് ചുറ്റും ഫ്ലോട്ടിംഗ് ജെട്ടികൾ സ്ഥാപിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിനെ വികസിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നൊരു മാർഗമാക്കി അത് മാറ്റാൻ പറ്റും. അതുപോലെ വരുന്ന സഞ്ചാരികൾക്ക് അതിൻ്റെ അവിടുത്തെ പ്രത്യേകതകളെയും ജൈവ വൈവിധ്യമാർന്ന അതിൻ്റെ ഭൂപ്രദേശങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കാരണം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ പോയാൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള പ്രയാസമാണ്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ പോകുന്നവർക്ക് നമ്മുടെ ജീവനക്കാർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൈവറ്റ് ബോട്ടുകളിൽ പോകുന്ന ആൾക്കാർ പ്രൈവറ്റ് ബോട്ടിലെ ജീവനക്കാർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി അവിടെ ഒരു വരുന്ന ആൾക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് അവിടെ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അത് വരുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്കും അത് പ്രയോജനം ചെയ്യും. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആദർശ് സി.ടി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് N.K. സരീഷ് അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ M.C. മധുക്കുട്ടൻ, സംസ്ഥാന സെക്രട്ടറിമാരായ C.N. ഓമനക്കുട്ടൻ, വിനോദ് നടത്തുരുത്ത്, വൈസ് പ്രസിഡന്റുമാരായ സുധീർ എസ്, ജോൺ ജോബ്, രക്ഷാധികാരി അനൂപ് ഏറ്റുമാനൂർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. പക്ഷിപ്പനി ഭീതിയെ തുടർന്ന് പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയെങ്കിലും ഇതിന്റെ അവശിഷ്ടം നീക്കം ചെയ്യുന്നില്ലെന്ന് പരാതി. മുഹമ്മ കാവുങ്കലിൽ ഏകദേശം 5000-ലധികം പക്ഷികളെ കള്ളിങ്ങിലൂടെ കൊന്നുകളഞ്ഞതിന്റെ മാലിന്യമാണ് നീക്കാത്തത്. മുഹമ്മ കാവുങ്കൽ മേഖലയിൽ പക്ഷിപ്പനി കണ്ടെത്തിയതിനെ തുടർന്നാണ് 5000-ന് മേലിൽ പക്ഷികളെ കൊന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് നിയോഗിച്ചവരും ചേർന്നാണ് പക്ഷിപ്പനി മാലിന്യം പെരുന്തുരുത്ത് കരിയിൽ പക്ഷികളെ കൊന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവയെ വളർത്തിയിരുന്ന കൂടുകളിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണ്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യേണ്ടത് പഞ്ചായത്തല്ലെന്നും പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പല്ലെന്ന് പറയുന്നതാണ് നാട്ടുകാരെ വലയ്ക്കുന്നത്. മുഹമ്മ പഞ്ചായത്ത് 10-ാം വാർഡിൽ ശ്രീ പുരുഷോത്തമൻ നടത്തുന്ന പൗൾട്രി ഫാം പക്ഷിപ്പനിയുടെ പേരിൽ ആ കോഴികളെ 1000-ന് മേൽ വരുന്ന കോഴികളെ നശിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ല. നിരവധി തവണ മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ടെങ്കിലും
സാനിറ്റൈസ് ചെയ്യുന്നത് മാത്രമാണ് ഞങ്ങൾക്കുള്ള ജോലി. അതിനകത്ത് കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കുന്നതിനുള്ള ഉത്തരവാദിത്തമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമോ മറ്റു കാര്യങ്ങളോ അതിൻ്റെ ഉടമകൾ ചെയ്തിട്ടില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലുള്ള ഇടപെടൽ നടത്തുവാൻ തയ്യാറാകാത്ത സ്ഥിതി ആശങ്കാജനകമാണ്. പക്ഷികളുടെ കാഷ്ടവും മറ്റും കെട്ടിക്കിടക്കുന്നത് രോഗബാധ ഉണ്ടാക്കുമോ എന്ന ഭയമാണ് നാട്ടുകാർക്ക്. രോഗബാധ ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പരിശീലനം ലഭിച്ചവർ തന്നെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടൈനൂസ് മുഹമ്മദ്. ഗൂഗിൾ മാപ്പ് ചതിച്ചു. തെലങ്കാന സ്വദേശികളുടെ വാഹനം തോട്ടിലേക്ക് ചരിഞ്ഞു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ചേർത്തല തണ്ണീർമുക്കത്താണ് സംഭവം. ഗൂഗിൾ മാപ്പ് ചതിച്ചു. തെലങ്കാന സ്വദേശികളുടെ വാഹനം തോട്ടിൽ വീണു. തണ്ണീർമുക്കം 5-ാം വാർഡിൽ കട്ടച്ചിറ ജംഗ്ഷന് തെക്കുവശം തെലങ്കാന സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ തോട്ടിലേക്ക് വീണത്. വാഹനത്തിൻ്റെ പിൻചക്രങ്ങൾ മാത്രമാണ് തോട്ടിലേക്ക് വീണ് എന്നതിനാൽ വാഹനയാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ കളരിക്കൽ സ്റ്റുഡിയോ ഹെൽത്ത് സെൻ്റർ റോഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് സംഭവം നടന്നത്. തെലങ്കാന സ്വദേശികളായ 6-അംഗ സംഘം മധുര ക്ഷേത്ര ദർശനത്തിന് ശേഷം കൊല്ലം ആലപ്പുഴ വഴി മൂന്നാറിലേക്ക് ഗൂഗിൾ മാപ്പിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഗൂഗിൾ മാപ്പ് തെറ്റായ വഴി കാണിച്ചതുമൂലം തെലങ്കാന സ്വദേശികളുടെ വാഹനം തോട്ടിൽ വീഴാൻ കാരണമായത്. തെലങ്കാന സ്വദേശികളായിരുന്നു അവർ മൂന്നാർ പോകാനായിട്ട് വന്നതാണ്. അപ്പം അവർ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന വഴി നമ്മുടെ ഈ ചെറിയ ഇടവഴിയാണ് അവർ കാണിച്ചത്. അവർ ഇവിടെ വന്നപ്പോഴത്തേക്കും അവരുടെ ഗൂഗിൾ മാപ്പിൻ്റെ തീർന്നു. അപ്പോൾ അവരവിടെ വളച്ച വഴി സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ പരിചയമില്ലാത്തവരാണ്, ചെറുപ്പക്കാരായിരുന്നു. അപ്പോൾ വണ്ടി പാലത്തിൽ നിന്ന് ബാക്ക് വീൽ രണ്ടും താഴത്തേക്ക് പോയി. അപ്പോൾ ഒരു 1-2 മണിക്കൂറിന് ശേഷം ഞങ്ങളത് JCB ഒക്കെ വിളിച്ച് ഞങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടെ അവരെ കയറ്റി വിടുമായിരുന്നു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പ്രദേശവാസികൾ ചേർന്ന JCB വിളിച്ച് ഇതിനുശേഷം നാട്ടുകാരും ചേർന്ന വാഹനം പൊക്കി കരക്കെത്തിക്കുകയായിരുന്നു. 2 മണിക്കൂർ ശ്രമഫലമായാണ് വാഹനം തോട്ടിൽ നിന്ന് കരക്കെത്തിച്ചത്. വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്തതിനെ തുടർന്ന് സംഘം മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. വേമ്പനാട്ട് കായൽ മാലിന്യ കൂമ്പാരമാകുന്നു. മഴ തുടങ്ങിയതോടുകൂടി ഇടത്തോടുകളിലും കൈത്തോടുകളിലും ഉണ്ടായിരുന്ന മാലിന്യങ്ങളെല്ലാം കായലിൽ എത്തിപ്പെടുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് വൻ ബുദ്ധിമുട്ടാണ് ഇതുമൂലം അനുഭവപ്പെടുന്നത്. വേമ്പനാട്ട് കായൽ മാലിന്യ കൂമ്പാരമാകുന്നു. മഴ തുടങ്ങിയതോടെയാണ് ഉൾനാടൻ ജലാശയങ്ങളിൽ കെട്ടിക്കിടന്ന മാലിന്യങ്ങൾ കായലിൽ ഒഴുകി നിറഞ്ഞത്. മത്സ്യബന്ധനത്തിനും കക്കാഖനനത്തിനുമായി കായലിൽ പോകുന്നവർ വെറും കൈയോടെ മടങ്ങേണ്ട സ്ഥിതിയാണ്. കായലിൻ്റെ അടിത്തട്ടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യമാണ്. കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ കുട്ടനാടൻ പ്രദേശങ്ങൾ ഹൗസ് ബോട്ടുകളിൽ നിന്ന് കരമാലിന്യങ്ങൾ ഒഴുകി കക്ക വളരെ കുറവാണ്, ഉൽപ്പാദനം നടക്കുന്നില്ല. കക്കയും മത്സ്യവും അതുപോലെ തന്നെ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി പോയാൽ ശരാശരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 300-400 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതിൽ നിന്ന് എൻജിൻ വെച്ച് പോകണതുകൊണ്ട് പെട്രോൾ 100 രൂപയുടെ പെട്രോൾ ഈ അടുത്താ പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ മത്സ്യത്തിന് പകരം വല നിറയെ പ്ലാസ്റ്റിക് മാലിന്യമാണ് കിട്ടുന്നത്. കക്കാഖനനം നടത്തുന്നവരും വലിയുകയാണ്. അടിത്തട്ടിലെ മാലിന്യം നീക്കം ചെയ്ത് നടുവൊടിയുന്നതായി അവർ പറയുന്നു. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കുന്ന സാഹചര്യമാണെങ്കിലും അധികാരികൾ നിസ്സംഗത പാലിക്കുന്നതായാണ് ആക്ഷേപം. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താതിരുന്നതാണ് വിനയായതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. തോടും ഇടത്തോടുകളും വൃത്തിയാക്കി ആഴം കൂട്ടിയിരുന്നെങ്കിൽ ഈ ദുർഗതി ഉണ്ടാകില്ലായിരുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. ട്രോളിംഗ് നിരോധനം. മത്സ്യബന്ധന മേഖലയിൽ സൗജന്യ റേഷൻ. ട്രോളിംഗ് നിരോധന കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകളിൽ പോകുന്ന തൊഴിലാളികൾക്കും പീലിംഗും മറ്റ് അനുബന്ധ തൊഴിലാളികൾക്കുമാണ് സൗജന്യ റേഷൻ ലഭിക്കുക. ജൂലൈ 31 വരെയുള്ള ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും പീലിംഗ് ഉൾപ്പെടെയുള്ള അനുബന്ധ തൊഴിലാളികൾക്കും സിവിൽ സപ്ലൈസ് വഴി സൗജന്യ റേഷൻ നൽകും. അപേക്ഷാ ഫോറം അതത് മത്സ്യഭവനിൽ ലഭിക്കും. 18 വരെ അപേക്ഷിക്കാം. മുൻവർഷത്തെ സൗജന്യ റേഷൻ ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. ടൈനൂസ്, ചേർത്തല. പട്ടണക്കാട് സെന്റ് ജോസഫ്സ് പബ്ലിക് സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. റാലിയോടെയാണ് കുട്ടികളെ സ്വീകരിച്ച ക്ലാസുകളിലേക്ക് എത്തിച്ചത്.
ചേർത്തല പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ 1ാം ക്ലാസ് പ്രവേശനം വർണ്ണാഭമായി. കുട്ടികളുടെ റാലിയോടെയാണ് പ്രവേശനോത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. കുരുന്നുകളെ കുറിതൊട്ട് ക്ലാസുകളിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് വർണ്ണാഭമായ റാലിക്ക് ശേഷം പ്രവേശനോത്സവ സമ്മേളനം നടന്നു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജീന ജോൺ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ വിനയ, CC എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി സിസ്റ്റർ അർപ്പിത, നഴ്സറി വിഭാഗം പ്രഥമാധ്യാപിക സിസ്റ്റർ ജോയ്സ് ഫ്ലവർ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരുടെ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. പുതിയ സ്കൂൾ കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ ലളിതമായിട്ടാണ് ഇക്കൊല്ലത്തെ പ്രവേശനോത്സവം നടന്നത്. ടൈം ന്യൂസ്, ചേർത്തല. കേരള NGO അസോസിയേഷൻ അരൂർ ബ്രാഞ്ച് സമ്മേളനം നടന്നു. പള്ളിപ്പുറം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഹാളിൽ നടന്ന പരിപാടി തൈക്കാട്ടുശ്ശേരി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ അരൂർ ബ്രാഞ്ച് സമ്മേളനം നടന്നു. പള്ളിപ്പുറം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഹാളിലായിരുന്നു പരിപാടി. ബ്രാഞ്ച് പ്രസിഡന്റ് സുരേന്ദ്ര സിംഗ് അധ്യക്ഷനായി. യോഗം തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PT രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കണമെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് സർക്കാരിന് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ട് ഉൾപ്പെടെ കുറവുണ്ടാകുവാനും കേരളത്തിൽ ഇത്ര ദയനീയമായ പരാജയം ഉണ്ടാകാനും കാരണമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് CP വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ജിജിമോൻ പൂത്തുറ, ജില്ലാ വൈസ് പ്രസിഡന്റ് KT സാരഥി, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ജോസ് എബ്രഹാം, അഞ്ജു ജഗദീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ, സജീഷ് കുമാർ, G സുനിൽ എന്നിവർ ആശംസകൾ നേർന്നു. ബ്രാഞ്ച് ട്രഷറർ രാജീവ് സ്വാഗതവും ബ്രാഞ്ച് ജോയിന്റ് സെക്രട്ടറി സജീവ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി സുരേന്ദ്ര സിംഗിനെയും സെക്രട്ടറിയായി രാജീവിനെയും സജീവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ടൈം ന്യൂസ്, പൂച്ചാക്കൽ. മരുത്തോറോട്ടം കൊച്ചുവേളി ഭഗവതി ക്ഷേത്രത്തിലെ വാഹന പ്രതിഷ്ഠയും ധ്വജപ്രതിഷ്ഠയും ഭക്തിസാന്ദ്രമായി. പ്രസിദ്ധമായ മരുത്തോർവട്ടം തായപ്പള്ളി കൊച്ചുവേളി ഭഗവതി ക്ഷേത്രത്തിലെ വാഹന പ്രതിഷ്ഠയും ധ്വജപ്രതിഷ്ഠയും ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച പകൽ 12-നും 12:30-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ജയ തുളസീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് അഖിലാഞ്ജലി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ PD ലക്കി ഭദ്രദീപം പകർന്നു. തുടർന്ന് നടന്ന പ്രസാദ ഊട്ടിൽ അനേകം ഭക്തജനങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് ബ്രഹ്മശ്രീ ജയ തുളസീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് കർമ്മം നടന്നു. തുടർന്ന് നടന്ന ഭദ്രദീപ പ്രകാശനം VV ഉദനദാസ് നിർവഹിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AS കനാൽ തിട്ടയിടിഞ്ഞ് അപകടഭീതി പരത്തുന്നു. കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ കനാൽ തീരമാണ് തകരുന്നത്. ദേശീയപാതയ്ക്ക് സമാന്തരമായി കഞ്ഞിക്കുഴി മുതൽ കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ നീളുന്ന റോഡാണ് ഇത്. ലോക ഭൂപടത്തിൽ തിലകക്കുറിയാകേണ്ട പാതിരാമണൽ ദ്വീപിന്റെ ശാപമോക്ഷത്തിന് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദം വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ആലപ്പുഴയിൽ നിന്നുമുള്ള പല സംഘടനകളും കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി. പ്രസിദ്ധമായ ചമ്പക്കുളം വള്ളംകളി മത്സരത്തിന് 6 ചുണ്ടൻ വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്തു. 22-നാണ് ജലമേള നടക്കുക. വേമ്പനാട്ട് കായൽ മാലിന്യ കൂമ്പാരമാകുന്നു. മഴ തുടങ്ങിയതോടെയാണ് ഉൾനാടൻ ജലാശയങ്ങളിൽ കെട്ടിക്കിടന്ന മാലിന്യങ്ങൾ കായലിൽ ഒഴുകി നിറയുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമായി. നമസ്കാരം.